പ്രിയ കുഞ്ഞോൾക്ക് ഫിസിക്സിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിന് ഒരു 2 വീഡിയോസിലായിട്ട് പറയാം. തുടങ്ങാം. മാഷ് ആദ്യം 2 സർക്യൂട്ടുകൾ വരക്കുന്നു. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഒരു പരീക്ഷണത്തിൽ കൂടിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കോളൂ കുഞ്ഞോളെ. ഇതാ നമ്മുടെ ഒരു സർക്യൂട്ട്. ആദ്യത്തെ സർക്യൂട്ടില് കുഞ്ഞുമക്കളെ മാഷ് ഒരു സെല്ല് വെക്കുന്നു. ഓക്കെ, ഒരു സ്വിച്ച് കണക്ട് ചെയ്യുന്നു. ഓക്കെ, സെല്ല് എന്ന് പറഞ്ഞാൽ എ സി ആണോ ഡി സി ആണോ? ഡി സി ആണല്ലേ? ഷുവർ ആയിട്ടും തീർച്ചയായിട്ടും ഡി സി ആണ്. ഓക്കെ, ഇത് ഒരു 6 വോൾട്ടുള്ള ഡി സി സ്രോതസ്സാണ്. ഓക്കെ, ഈ സെല്ലിന്റെ EMF 6 വോൾട്ടാണ്. മാഷിന് ഇതിവിടെ കുറച്ച് ക്രമീകരണങ്ങൾ കൂടി നടത്താണ്. ഈ സർക്യൂട്ടിൽ ഞാൻ ഒരു ബൾബ് കണക്ട് ചെയ്യുന്നു, ഒരു ബൾബ് ബന്ധിപ്പിക്കുന്നു. അത് ഒരു 3 വാട്ടുള്ള ഒരു ബൾബാണ്. അതിന്റെ പവർ 3 വാട്ടാണ്. 3 വാട്ടുള്ള ഒരു ബൾബാണ്. ഓക്കെ, ഇനി ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഞാൻ കട്ട് ചെയ്തു. ആ വയർ ഞാൻ കട്ട് ചെയ്യും. ഇത്രയും നീളമുള്ള ഒരു വയർ. ആ വയറിനെ ഞാൻ എന്താക്കിന്ന് അറിയാം അവിടെ കുഞ്ഞോൾ? ഇതേ വയർ, വേറൊന്നുമില്ല, വേറൊരു വയറൊന്നും എടുക്കുന്നില്ല. അതിന്റെ നീളം കൂട്ടുന്നില്ല, വണ്ണം കൂട്ടുന്നില്ല, നീളം കുറക്കുന്നില്ല, വണ്ണം കുറക്കുന്നില്ല. നീളത്തിലോ വണ്ണത്തിലോ മാറ്റമില്ലാതെ ഞാൻ അതിനിങ്ങനെ ചുരുട്ടി. ഇപ്പൊ ചിത്രം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇത്രയും ചെറിയ വയറിനെ ഇങ്ങനെ ചുരുട്ടി വെക്കാൻ പറ്റുമോ മാഷേ? ഞാൻ ചുരുട്ടി അതിലെ വലുതാക്കി കാണിച്ചതാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സംഗതി ഇതേ വയറ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാന് ആ ചുരുട്ടിയ കമ്പിയെ ഞാനിതാ ഇവിടെ ബന്ധിപ്പിക്കുന്നു. ഒരു കമ്പിനെ ചുരുട്ടി വെച്ച പിന്നെ ഇതിന്റെ പേരെന്താണോ? ഹെലിക്കൽ രൂപത്തില് സ്പ്രിംഗ് ആകൃതിയിൽ ചുറ്റി വെച്ചാൽ അതിന്റെ പേര് സോളിനോയിഡ് എന്നാണ്. അപ്പൊ ഞാൻ സോളിനോയിഡ് രൂപത്തിലാക്കിയിട്ട് ആ കമ്പിയെ സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചു. ഇതാണ് എന്റെ ഒന്നാമത്തെ സർക്യൂട്ട്. ഞാൻ ആ സർക്യൂട്ടിന് എ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഞാൻ വീണ്ടും ഒരു സർക്യൂട്ട് കൂടി ഉണ്ടാക്കുന്നു. കുഞ്ഞോൾ ഇതേപോലുള്ള സർക്യൂട്ട്, അതേ നീളത്തിൽ ഒരു വയർ എടുത്തു. സർക്യൂട്ടിലെ വയറിന്റെ നീളമൊക്കെ സെയിം ആണ് കേട്ടോ. ഉപയോഗിക്കുന്ന വയറിന്റെ നീളത്തിലോ വണ്ണത്തിലോ ഒന്നും മാറ്റം വരുത്തുന്നില്ല, ചെറിയൊരു മാറ്റം, അത്രയേ ഉള്ളൂ. ഇവിടെ ഉപയോഗിച്ചപ്പോൾ അതേപോലുള്ള വയറ്, അതേ നീളമുള്ള വയറ്. ഓക്കെ, നീളത്തിൽ മാറ്റില്ല, വണ്ണത്തിൽ മാറ്റില്ല. ഇതാ സർക്യൂട്ട് പൂർത്തിയാക്കാണ്. എന്നിട്ട് ഇവിടെ ഒരു സ്വിച്ചും കൂടി കണക്ട് ചെയ്യുന്നു. ഓക്കെ, സ്വിച്ച് ഇവിടെ പോലെ ഇതേപോലെ തന്നെ ഒരു സ്വിച്ച് കണക്ട് ചെയ്യുന്നു. സ്വിച്ച് എസ്. ഇതേപോലെ ഞാൻ ഇവിടെയും ഒരു ബൾബ് കണക്ട് ചെയ്യുന്നു. നോക്ക്, ഇവിടെയും ആ ബൾബിന്റെ പവർ 3 വാട്ട്. പവറിലൊന്നും മാറ്റം വരുത്തുന്നില്ല. ഇനിയോ ഇവിടെ കട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെയും അതേ നീളമുള്ള കമ്പി അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് അതിനെ ചുരുട്ടിട്ട് ഇവിടെ വെച്ചു. സോളിനോയിഡ് രൂപത്തിലാക്കിയിട്ട് മാഷ് ഇവിടെ വെക്കാം. ഓക്കേ, ആയിട്ടില്ല, ചെറിയൊരു സാധനം കൂടി. ഞാൻ ഇവിടെ കറണ്ട്, ഈ സർക്യൂട്ടിൽ കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വൈദ്യുത സ്രോതസ്സാണ് ഇവിടെ ഞാൻ ഏതാ ബന്ധിപ്പിച്ചത്? ഒരു 6 വോൾട്ടുള്ള DC സ്രോതസ്. അതൊരു സെല്ലാണ് അല്ലെങ്കിൽ ബാറ്ററി. ഓക്കെ, ഞാൻ ഇവിടെ ബന്ധിപ്പിക്കുന്നത് നോക്കിക്കോ, ശ്രദ്ധിച്ചു നോക്കിയേ. അതാരാ? ഗാൽവനോമീറ്റർ ആണോ? അല്ല, നമ്മള് കണ്ടതാണ്. അല്ലാതെ അതൊരു AC സ്രോതസ് ആണ്. ഓക്കെ, മനസ്സിലായിട്ടില്ല? നമ്മൾ AC സ്രോതസ്സിനെ കാണിച്ചത് അങ്ങനെയാണ്. ആ AC സ്രോതസ്സിന്റെ വോൾട്ടേജ് 6 വോൾട്ടാണ്. ഇനി നിങ്ങൾ ഈ 2 സർക്യൂട്ടുകൾ നോക്കി, എന്താ ഇപ്പൊ വ്യത്യാസം? ഇന്നൊക്കെ വ്യത്യാസമുണ്ടോ? ഇവിടത്തെ പോലുള്ള അതേപോലുള്ള കമ്പിയാണ് ഉപയോഗിച്ചത്. 3 വാട്ട് ബൾബ് അവിടെയുണ്ട്, 3 വാട്ട് ബൾബ് ഇവിടെയും ഉണ്ട്. ഒരേ നീളവും വണ്ണവുമുള്ള സോളിനോയിഡ് 2 എണ്ണത്തിലുണ്ട്. 6 വോൾട്ടുള്ള വൈദ്യുത സ്രോതസ്സുകൾ 2 എണ്ണത്തിലുമുണ്ട്. എന്താ ഇപ്പൊ വ്യത്യാസം? നേരെ നോക്കിയിട്ടാകുമ്പോ നമുക്ക് മനസ്സിലാകണ്ടേ,
ഒന്നാമത്തെ സർക്യൂട്ട് ഞാൻ ഇതിനെ ബി എന്ന് വിളിക്കുന്നു കേട്ടോ. എ എന്ന സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുത സ്രോതസ് അത് ഡി സി ആണ്. അതേ സമയം ബി എന്ന സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുത സ്രോതസ് അത് എ സി ആണ്. അത്രയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. വോൾട്ടേജ് സെയിം. ഓക്കെ. ഇനിയാണ് നമ്മുടെ പരീക്ഷണത്തിന്റെ അറേഞ്ച്മെന്റ്. സജ്ജീകരണം പൂർത്തിയായി. എല്ലാ തരത്തിലുള്ള സജ്ജീകരണം പൂർത്തിയായി. മാഷ് ഇനി ഇതാ സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുന്നു. സ്വിച്ച് ഓൺ ചെയ്തു. പൊന്നുമക്കളെ നോക്ക്, കറണ്ട് ഒഴുകാൻ തുടങ്ങൂലേ. എങ്ങനെ? ഇതാ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇതാ സോളിനോയിഡിലേക്ക് കൂടി കറണ്ട് ഒഴുകിയിട്ട് ബൾബിലേക്ക് കൂടി വന്ന് സർക്യൂട്ട് പൂർത്തിയായി. ഇതാ ബൾബ് കത്തുന്നു. ഇതാ ബൾബ് പ്രകാശിച്ചു. ബൾബിന്റെ പ്രകാശത്തീവ്രത നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട് അല്ലേ? അതാ നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട്. ബൾബ് നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട്. 3 വാട്ട് ബൾബ് നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എ എന്ന സ്രോതസ്സിലാണ് നമ്മളിപ്പോ ഈ സ്വിച്ച് ഓൺ ആക്കിയത്. ആ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ എന്താ കണ്ടത്? ബൾബ് പ്രകാശിച്ചു. എങ്ങനെ? നല്ല തീവ്രതയോട് കൂടി തന്നെ. പ്രകാശ തീവ്രത നല്ലോണം ഉണ്ട് അല്ലെ? ഇനി രണ്ടാമത്തെ സർക്യൂട്ടിലേക്ക് പോവാം. ഇതാ ഞാൻ ഇതിനെ ഓണാക്കി. ഓണാക്കുമ്പോ തീർച്ചയായിട്ടും അവിടത്തെ പോലെ തന്നെ ഇതാ കറണ്ട് ഇങ്ങനെ ഒഴുകിയിട്ട് സോളിനോയിഡിലേക്ക് കൂടി ബൾബിലേക്ക് കൂടി വന്ന് ഇവിടെ സർക്യൂട്ട് പൂർത്തിയായി. അപ്പൊ എന്താവണം? ഈ ബൾബ് പ്രകാശിക്കണ്ടേ? പ്രകാശിക്കുന്നുണ്ട്. ഇതാ ബൾബ് പ്രകാശിക്കുന്നു. അവിടെ പോലെ തന്നെ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ഇവിടെയും ബൾബ് പ്രകാശിക്കുന്നുണ്ട് അല്ലേ? എന്തോ ഒരു കുഴപ്പമില്ലേ? ബൾബ് പ്രകാശിച്ചിന്. പക്ഷേ എന്താ? ഇവിടത്തെ ബൾബിന്റെ പ്രകാശ തീവ്രത കുറവാണ്. നോക്കടാ കുഞ്ഞോളെ, കണ്ണ് തുറന്ന് നോക്ക്. എന്തോ പ്രകാശ തീവ്രത, ഇവിടത്തെ ബ്രൈറ്റ്നെസ്, ഇവിടത്തെ തീവ്രത കുറവാണ്. ലൈറ്റ് ഡിമ്മാണ്. എന്താ അങ്ങനെ സംഭവിച്ചത്? അങ്ങനെ സംഭവിക്കാൻ എന്താ ഇപ്പൊ കാരണം? ഇതേപോലത്തെ 3 വാട്ട് ബൾബാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായ? ഏക സർക്യൂട്ടില് ബൾബിന്റെ പ്രകാശ തീവ്രത നോക്ക്. എന്താണ്? നന്നായിട്ട് പ്രകാശിക്കുന്നു. ബി എന്ന സർക്യൂട്ടിലേക്ക് നോക്ക്. പ്രകാശ തീവ്രത കുറവാണ്. എന്തോ സംഭവിച്ചിട്ടില്ല. അങ്ങനെങ്കിൽ ഇതിന്റെ പവറിൽ വ്യത്യാസം വന്നതാ? അല്ല, ഇതേപോലത്തെ ബൾബ്. ഒരു ബൾബിലെ പ്രകാശ തീവ്രത കുറയണമെങ്കിൽ കുഞ്ഞോളെ, നമ്മളിതിന്റെ കാരണം പറയണം. എന്തുകൊണ്ട് ബി എന്ന സർക്യൂട്ടിലെ ബൾബിന്റെ പ്രകാശ തീവ്രത കുറഞ്ഞു? അറിയണ്ടേ? എന്റെ കൂടെ വാ. എന്തിനാ അറിയാവുക? കുഞ്ഞുമക്കളെ, ഒരു ബൾബിലെ കൂടി കറന്റ് പോകുമ്പോഴല്ലേ ആ ബൾബ് പ്രകാശിക്കുന്നത്? കറന്റ് നന്നായി ഒഴുകിയാൽ നല്ലോണം പ്രകാശിക്കും. ഒഴുകുന്ന കറന്റ് കുറവാണെങ്കിൽ പ്രകാശ തീവ്രത കുറവായിരിക്കും. കുറച്ച് കറന്റ് ഒഴുകിയാൽ കുറച്ചേ പ്രകാശം ഉണ്ടാവുള്ളൂ. നന്നായി ഒഴുകിയാൽ നല്ല പ്രകാശം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രകാശ തീവ്രത കുറയണമെങ്കിൽ ഈ ബൾബിലെ കൂടി ഒഴുകിയ കറന്റ് കുറയണം. അതെങ്ങനെ കുറയും? അതല്ലാതെ വേറെ വഴിയില്ല. ഒരു ബൾബിന്റെ പ്രകാശ തീവ്രത കുറയണമെങ്കിൽ അതിലെ കൂടി ഒഴുകുന്ന കറണ്ട് കുറഞ്ഞിട്ടുണ്ടാണോ? അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇവിടത്തെ ബൾബിലെ കൂടി ഒഴുകിയ കറണ്ട് എത്രയാണോ അതിനേക്കാൾ കുറവ് കറണ്ട് ആയിരിക്കണം ഇതിലെ കൂടി ഒഴുകിയത്. അതെങ്ങനെ വരും? അതെങ്ങനെ സർക്യൂട്ടിലെ കൂടിയുള്ള കറണ്ട് കുറയും? ഇതേപോലെ സർക്യൂട്ട് അല്ലേനോ അത്. പിന്നെ എങ്ങനെ കറണ്ട് കുറയും? കറണ്ട് കുറയണമെങ്കിൽ 2 വഴി മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എങ്ങനെ? ഓം നിയമം നോക്കടാ കുഞ്ഞോളെ. I = V/R. ഇതാണ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം അല്ലെ? കറണ്ട് കുറയണമെങ്കിൽ ഒന്നെങ്കിൽ വോൾട്ടേജ് കുറയണം, അല്ലെങ്കിൽ പ്രതിരോധം കൂടണം. ഈ 2 കാരണങ്ങൾ കൊണ്ടല്ലാതെ സാധാരണ രീതിയിൽ കറണ്ട് കുറയാൻ വഴിയില്ല. എന്നാൽ ഒന്നെങ്കിൽ വോൾട്ടേജ് കുറയണം, അല്ലെങ്കിൽ പ്രതിരോധം കൂടണം.
എന്റെ കുഞ്ഞോളെ നമ്മൾ ഈ സർക്യൂട്ടിൽ കൊടുത്ത വോൾട്ടേജ് എത്ര? അത് 6 വോൾട്ടാണ്. ഇവിടെ കൊടുത്ത വോൾട്ടേജ് എത്ര? അതും 6 വോൾട്ടാണ്. അപ്പൊ വോൾട്ടേജ് കുറഞ്ഞ ഇല്ല. 2 സർക്യൂട്ടിലും ഒരേ വോൾട്ടേജ് ആണ് കൊടുത്തിട്ടുള്ളത്. വോൾട്ടേജിൽ മാറ്റം ഉണ്ടാ? ഇല്ല. അപ്പൊ വോൾട്ടേജിലുള്ള മാറ്റം കാരണമല്ല ഇവിടുത്തെ കറണ്ട് കുറഞ്ഞത്. പിന്നെന്താ ബാക്കിയുള്ളത്? പ്രതിരോധമല്ലേ. പ്രതിരോധം മാറണമെങ്കിൽ, ഒരു സർക്യൂട്ടിന്റെ പ്രതിരോധം കൂടണമെങ്കിൽ ഒന്നെങ്കിൽ വണ്ണം കുറയണം, അല്ലെങ്കിൽ നീളം കൂടണം. ഞാൻ പറഞ്ഞു, ഇതേപോലുള്ള നീളമുള്ള, ഇതേപോലുള്ള വണ്ണമുള്ള കമ്പിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നീളത്തിലോ വണ്ണത്തിലോ വ്യത്യാസമുള്ള കമ്പിയല്ല. അങ്ങനെയാണെങ്കിൽ പ്രതിരോധത്തിന് മാറ്റമില്ല. അപ്പൊ വോൾട്ടേജിന് മാറ്റമില്ല, പ്രതിരോധത്തിന് മാറ്റമില്ല. ഈ 2 എണ്ണമാണ് നമുക്കറിയാവുന്ന കറണ്ടിൽ വരുത്തുന്ന മാറ്റം. ഒരു കറണ്ട് അതിൽ മാറ്റം വരണമെങ്കിൽ ഇതിലെ മാറ്റം വരണം. പക്ഷെ നമ്മൾ നോക്കുമ്പോ ആ 2 മാറ്റമില്ല. വോൾട്ടേജിലും മാറ്റമില്ല, പ്രതിരോധത്തിനും മാറ്റമില്ല. പക്ഷെ കറണ്ട് കുറഞ്ഞിനെ. അതെങ്ങനെ? എന്തായിരിക്കാം കാരണം? ഇതായിരിക്കോ? വേറൊന്നും കാണുന്നില്ല. ഇത് DC, ഇത് AC. എന്തെങ്കിലും കുഴപ്പമുണ്ടായന AC ഒഴുകുമ്പോ ചിന്തിച്ചു. അപ്പൊ എനിക്ക് ചെറിയ എന്തോ ഒരു കാര്യം ക്ലിക്കായി. എന്തോ മിന്നി, എന്റെ തലയിൽ എന്തോ മിന്നി. എന്താ സംഗതി? ഞാൻ പറയട്ടെ. എന്റെ കുഞ്ഞോളെ ഇതിലെ കൂടി ഒഴുകുന്നത് ആരാ? AC. AC ഒഴുകിയ സാധനം കണ്ട? ഇത് നീളമുള്ള വയർ, കുഴപ്പമില്ല. പക്ഷെ അതാരാ? ചുരുട്ടിയ കമ്പി, സോളിനോയിഡ്. സോളിനോയിഡിന്റെ പ്രത്യേകത എന്താ? കേൾക്ക്. സോളിനോയിഡിന്റെ പ്രത്യേകത എന്താ? സോളിനോയിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചുരുട്ടിയ കമ്പിയിൽ കൂടിയിട്ട്, കമ്പി ചുറ്റിൽ കൂടിയിട്ട് കറണ്ട് ഒഴുകുമ്പോൾ സോളിനോയിഡിന്റെ പ്രത്യേകത എന്താ? അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. എന്റെ കുഞ്ഞോക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്ന സംഗതി ഒന്ന് ഓർമ്മയിൽ കൊണ്ടുപോവാ. അതിലെ കൂടി ഒഴുകുന്നത് ആരാ? അത് AC ആണ്. ഇനി സോളിനോയിഡിന്റെ പ്രത്യേകതയിലേക്ക് വാ. AC എന്ന് പറഞ്ഞ കറണ്ട് എങ്ങനെയാണ്? AC ഇങ്ങനെ കൂടിക്കൊണ്ട് വരും, പിന്നെ കുറഞ്ഞുകൊണ്ട് വരും, പിന്നെ കൂടിക്കൊണ്ട് വരും, കുറഞ്ഞുകൊണ്ട് വരും. എങ്ങനല്ലേ? അപ്പൊ എന്താകും? കറണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ട് വരുമ്പോ, കേൾക്കണേ, AC എന്ന് പറയുന്ന കറണ്ടില് സോളിനോയിഡിലെ കൂടി ഇങ്ങനെ കറണ്ട് കൂടിക്കൊണ്ട് വരുമ്പോ ഫ്ലക്സ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. എങ്ങനെ? ഒരു പൂവിടലും പോലെ ഫ്ലക്സ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. മ്യൂച്വൽ ഇൻഡക്ഷനിലെ മാഷ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ എന്താ സംഗതി? ഈ സോളിനോയിഡിന് ചുറ്റും സോളിനോയിഡുമായിട്ട് ഒരു കാന്തിക മണ്ഡലം ബന്ധപ്പെടുന്നു. കാന്തിക ബലരേഖകൾ ബന്ധപ്പെടുന്നു. ഇനിയാ നോക്ക്. അങ്ങനെ ഉണ്ടായ കാന്തിക മണ്ഡലം ഇങ്ങനെ ഉണ്ടായിട്ട് അവിടെ നിൽക്കാണോ? അല്ല. നോക്കിക്കോ. ഇനി കറണ്ട് കുറയാൻ തുടങ്ങുമ്പോ ആ കാന്തിക ബലരേഖകൾ എന്താവും? കുറയാൻ തുടങ്ങും. ഇതാ ഓരോന്നായിട്ട് ഇല്ലാതാവാൻ തുടങ്ങും. അപ്പൊ എന്താകും? ഇല്ലാതാകുന്ന സമയം നോക്കണേ. ഇതിങ്ങനെ വലുതാകുന്നു, ഇല്ലാതാകുന്നു. ഇനി കറണ്ട് വീണ്ടും കൂടുമ്പോഴോ വീണ്ടും വലുതാകുന്നു, കറണ്ട് കുറയുമ്പോഴോ വീണ്ടും ഇല്ലാതാകുന്നു. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും. ഫ്ലക്സിൽ എങ്ങനെ ഈ ചുറ്റുകളുമായിട്ട് ഫ്ലക്സ് ഇങ്ങനെ മുട്ടുന്നു, പിൻവലിയുന്നു എന്ന് പറഞ്ഞാല് കറണ്ട് കൂടുമ്പോഴും കറണ്ട് കുറയുമ്പോഴും സോളിനോയിഡിന്റെ ചുറ്റുകളുമായിട്ട് കാന്തിക മണ്ഡലം, സോളിനോയിഡിന്റെ ചുറ്റുകളുമായിട്ട് ബന്ധപ്പെടുന്ന കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നു. AC കൂടുമ്പോൾ ഒരു വ്യതിയാനം, AC കുറയുമ്പോൾ വീണ്ടും വ്യതിയാനം. കൂടുന്നു കുറയുന്നു ഫ്ലക്സിന് തുടർച്ചയായി വ്യതിയാനം സംഭവിക്കുന്നു. അപ്പൊ എന്താ പണ്ട് പഠിച്ചത്? ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം സംഭവിക്കുമ്പോൾ പറയണ ഓർമ്മയിൽ നിന്ന് ആ ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടും. അവിടെ പുതിയതായിട്ടൊരു വോൾട്ടേജ് ഉണ്ടാവുന്നത്.
എന്റെ കുഞ്ഞോളെ ഇതാ ഇതിലെ കൂടി ഇതാ AC ഇങ്ങനെ ഒഴുകുമ്പോൾ ഇതിനു ചുറ്റും ഒരു കാന്തിക ഫ്ലക്സ് ഉണ്ടാകുന്നു. ആ കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഈ സോളിനോയിഡിൽ പുതുതായിട്ടൊരു EMF ഉണ്ടാവുന്നേ. എന്റെ കുഞ്ഞോളെ ഈ കറന്റ് ഇങ്ങനെ ഒഴുകിയിട്ട് സോളിനോയിഡിലെ കൂടി ഇങ്ങനെ പോവാണ്. അതാ സോളിനോയിഡിൽ നിന്ന് പുതുതായിട്ടൊരു കറന്റ് ഉണ്ടാകുന്നു. ഈ സോളിനോയിഡിൽ ഇത് നമ്മൾ കൊടുക്കുന്ന കറന്റ്, ഇതിന്റെ പേരാണ് പ്രയോഗിക്കുന്ന EMF, അപ്ലൈഡ് EMF. നമ്മൾ കൊടുക്കുന്ന EMF, ആ EMF അതായത് ആ AC ഒഴുകുമ്പോൾ ആ AC മാത്രമല്ല, അതിനെ കൂടാതെ പുതുതായിട്ടൊരു കറന്റ് അതിനുണ്ടാകുന്നു. ഒരു തോട്ടിലെ കൂടി വെള്ളം ഒഴുകുന്ന സമയത്ത് തോട്ടിന്റെ അടിയിൽ നിന്ന് പുതുതായിട്ടൊരു ഉറവ വരുന്നു, വെള്ളത്തിന്റെ ഒരു ഉറവ വരുന്നു എന്നുള്ള പോലെയാണ്. ഇതിലെ കൂടി ഇങ്ങനെ കറന്റ് ഒഴുകിക്കൊണ്ട് വരുമ്പോൾ അതിൽ നിന്ന് ആ സോളിനോയിഡിൽ നിന്ന് പുതുതായിട്ടൊരു കറന്റ് ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ മാഷ രണ്ട് കറന്റ് ആയില്ലേ? ഇതുവരെ ഒരു കറന്റ് ഈർത്തിയാകുമ്പോൾ രണ്ട് കറന്റ് ആയില്ലേ? ഒന്ന് നമ്മൾ കൊടുത്ത കറന്റ്, രണ്ടാമതോ ഇതിന്റെ ഉള്ളിലുണ്ടാകുന്ന പുതുതായിട്ടുണ്ടാകുന്ന കറന്റ്. അപ്പൊ രണ്ട് കറന്റ് ആകുമ്പോൾ കറന്റ് കൂടല്ലേ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ ബൾബിലേക്ക് എത്തുമ്പോൾ കൂടിയ കറന്റ് അല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ ബൾബ് ഇതിനേക്കാൾ കൂടുതൽ പ്രകാശിക്കുകയല്ലേ മാഷേ വേണ്ടത്? ശരിയാണല്ലോ. പക്ഷെ പ്രകാശ തീവ്രത കുറഞ്ഞതല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല? സോളിനോയിഡിലെ കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്ന EMF പോകുമ്പോൾ, ഏത് EMF? AC EMF പോകുമ്പോൾ അതിന് ചുറ്റും പുതുതായിട്ടൊരു അതിൽ പുതുതായിട്ടൊരു EMF ഉണ്ടാകുന്നു, വൈദ്യുത കാന്തിക പ്രേരണം വഴി. അപ്പൊ പുതുതായിട്ടൊരു കറന്റ് ഉണ്ടാകും. അപ്പൊ ഈ കറന്റും ഇതിലുണ്ടാകുന്ന പുതിയ കറന്റും ചേർന്നിട്ട് കൂടിയ കറന്റില്ലേ കുഞ്ഞോളെ വേണ്ടത്? ഒരു പുഴ ഇങ്ങനെ ഒഴുകാണ്. അപ്പൊ അതിലേക്ക് വേറെ എന്താ പറയാ, വഴിയിൽ നിന്നൊരു തോട്ടിൽ നിന്നുള്ള വെള്ളം ചേരുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? നേരത്തെ ഉള്ള വെള്ളവും ഈ തോട്ടിൽ നിന്നുള്ള വെള്ളം ചേർന്നിട്ട് ഒഴുക്ക് കൂടുതലല്ല വേണ്ടത്. അതേപോലെ ഇതിലെ കൂടി ഇങ്ങനെ കറന്റ് പോകുന്ന അതിൻ്റെ പുതിയൊരു കറന്റ് ഉണ്ടാകും. രണ്ട് കറന്റ് കൂടിയിട്ട് കൂടിയ കറന്റല്ലേ ഉണ്ടാവേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കറന്റ്, ഇതിലൊഴുകിയതിനേക്കാൾ കൂടുതൽ കറന്റ് ഇതിലെ കൂടി ഒഴുകിയിട്ട് ഇതിന്റെ പ്രകാശ തീവ്രത കൂടുതലല്ലേ വേണ്ടത്? പക്ഷെ കുറയാണല്ലോ ചെയ്തത്. അതിന് കാരണമുണ്ട്. എന്തിനറിയാവോ? നോക്കിക്കോ, ഈ നമ്മൾ കൊടുക്കുന്ന കറന്റ് ഉണ്ടല്ലോ, അത് ഇതിലെ കൂടി ഇങ്ങനെ ഒഴുകുമ്പോൾ അതിന് പുതുതായിട്ടുണ്ടാകുന്ന കറന്റ് ഇല്ലേ, അത് ഒഴുകിയത് നമ്മൾ കൊടുത്ത കറന്റ് ഇതിൽ ഇങ്ങോട്ട് പോകുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ കൊടുത്ത കറന്റ് അങ്ങോട്ട് പോകുന്നു വിചാരിക്കാം. പക്ഷെ അതിന്റെ ഉള്ളിലുണ്ടാകുന്ന പുതുതായിട്ടുണ്ടാകുന്ന കറന്റ് അതിന് എതിരായിട്ടാണ് ഒഴുകുന്നത്. അങ്ങോട്ടുള്ള ഒഴുക്കിന് എതിരായിട്ട് ഇങ്ങോട്ടൊരു ഒഴുക്ക് വരുമ്പോൾ സഫല ഒഴുക്ക്, മൊത്തം ഒഴുക്ക്, റിസൾട്ടന്റ് ഒഴുക്ക്, നെറ്റ് ഒഴുക്ക് അത് കുറയൂലേ? അങ്ങോട്ട് വെള്ളം ഒഴുകുമ്പോൾ ഇങ്ങോട്ട് നമ്മൾ ശക്തിയായിട്ട് പമ്പ് ഉപയോഗിച്ചിട്ട് വെള്ളം ചിറ്റിയാലോ എന്ത് സംഭവിക്കും? അങ്ങോട്ടുള്ള ഒഴുക്ക് കുറയും. അതാണ് സംഭവിച്ചത്. എന്തിനറിയോ? നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ ഈ കറന്റ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പുതുതായിട്ടൊരു കറന്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ കറന്റ് ഒഴുകുന്നത് നമ്മൾ കൊടുത്ത കറന്റിന്റെ അതേ ദിശയിലല്ല, അതിനെതിരായിട്ടാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ സോളിനോയിഡിന്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് സഫല വോൾട്ടത കുറഞ്ഞു. നമ്മൾ 6 വോൾട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ പുതുതായിട്ട് ഒരു പ്രേരിത EMF ഉണ്ടായി, അതൊരു 2 വോൾട്ട് എന്ന് വിചാരിക്കുക. നമ്മൾ കൊടുത്തത് 6 വോൾട്ട്, അവിടെ പുതുതായിട്ടുണ്ടായത് 2 വോൾട്ട്. പക്ഷെ 6 വോൾട്ടിന് എതിരാണ് ആ 2 വോൾട്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ സഫല വോൾട്ടത ആകുമ്പോൾ 2 കുറക്കണം. ഒരേ ദിശയിലാണെങ്കിൽ കൂട്ടണം. ഇത് വിപരീത ദിശയിലല്ലേ? അപ്പൊ എന്തായി? 4 വോൾട്ടായി. വോൾട്ടേജ് കുറഞ്ഞിട്ട് അപ്പൊ കറന്റ് കുറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ പ്രകാശ തീവ്രത കുറഞ്ഞത്. മനസ്സിലായ? അപ്പൊ AC സർക്യൂട്ടില് നമ്മളെങ്ങാനും ഒരു സോളിനോയിഡ് ബന്ധിപ്പിച്ചാൽ ആ സോളിനോയിഡിലെ കൂടി AC കടന്നു പോകുമ്പോൾ അതിൽ വൈദ്യുത കാന്തിക പ്രേരണം വഴി പുതുതായിട്ടൊരു EMF ഉണ്ടാകും. DC പോകുമ്പോൾ അത് ഉണ്ടാവില്ല. എന്ത്? DC പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഫ്ലക്സ് ഇങ്ങനെ എന്താ പറയാ, ഫ്ലക്സ് ഉണ്ടായിട്ട് ആ ഫ്ലക്സിന് പിന്നെ എന്ത് സംഭവിക്കുന്നില്ല? വ്യതിയാനം സംഭവിക്കുന്നില്ല. എന്തേ ഓർമ്മയില്ല? DC യുടെ ഗ്രാഫ്
ഇങ്ങനെ ഈ കറണ്ടിന് വ്യതിയാനം ഉണ്ടോടോ? ഇല്ലില്ല, ആ കറണ്ടിന് വ്യതിയാനം ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിലെ കൂടി കറണ്ട് പോകുന്ന സമയത്ത് ഈ സോളിനോയിഡ് കാന്തമാകും. പക്ഷെ അതിന് ചുറ്റുമുള്ള ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ ഇങ്ങനെ വ്യതിയാനം ഉണ്ടാവില്ല. ഫ്ലക്സ് ഉണ്ടായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കും. പക്ഷെ എ സി പോകുമ്പോഴോ വ്യതിയാനം ഉണ്ടായിക്കോണ്ടാവും. അപ്പൊ എ സി പോകുമ്പോഴേ ഈ പരിപാടി നടക്കത്തുള്ളൂ, എപ്പോഴും ഇല്ല. അപ്പൊ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ നടക്കുന്ന, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താ പറയാ? പ്രതിഭാസം. അപ്പൊ ഇതൊരു പ്രതിഭാസമാണ്. സോളിനോയിഡിലെ കൂടി എ സി കടന്നു പോകുമ്പോൾ മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. എന്ത്? സോളിനോയിഡിലെ കൂടി എ സി കടന്നു പോകുമ്പോൾ അതേ സോളിനോയിഡിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്നു. അല്ലേ? അങ്ങനെയല്ലേ ഇവിടെ സംഭവിച്ചത്? ഈ പ്രതിഭാസത്തിന് കുഞ്ഞുമക്കളെ ഒരു പേരുണ്ട്, സെൽഫ് ഇൻഡക്ഷൻ. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? ഇതാണ് നമ്മുടെ ഇന്നത്തെ പഠിക്കാനുള്ള വിഷയം, സെൽഫ് ഇൻഡക്ഷൻ. മാഷ് ഇതുവരെ അത് എന്തെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇതാണ് നമ്മുടെ സംഗതി, സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ. ഇനി കുഞ്ഞോട് പറ, എന്താണ്? ഓരോ സോളിനോയിഡിൽ കൂടി എ സി കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കടന്നു പോകുമ്പോൾ അതേ സോളിനോയിഡിൽ എന്ത് സംഭവിക്കുന്നു? ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്നു. അല്ലേ? പ്രേരണം ചെയ്യപ്പെടുന്ന ആ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. എന്ത് സിമ്പിൾ ആയിട്ടുള്ള നിർവചനമാണ്. ഇനി മാഷ് ഇതിനെ ഒന്നുകൂടി ചുരുക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള നിർവചനം എന്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇവിടെ ഉണ്ടാകുന്ന EMF, എവിടെ? നമ്മുടെ BNS സർക്യൂട്ടിൽ ഉണ്ടാകുന്ന EMF AC കടന്നു പോകുമ്പോൾ ഇവിടെ ഇതിന്റെ പേരെന്താണ്? നമ്മൾ പ്രയോഗിച്ച EMF. ഇങ്ങോട്ടാണ് എങ്കിൽ അതിന്റെ ഉള്ളിലുണ്ടാകുന്ന EMF എങ്ങോട്ടാ? പുതുതായിട്ടുണ്ടാകുന്ന EMF എങ്ങോട്ടാ? നമ്മൾ പ്രയോഗിച്ച EMFന് എതിരാണ്. ഇവിടെ ഉണ്ടാകുന്ന പ്രേരിത EMF ഉണ്ടല്ലോ, AC കടന്നു പോകുമ്പോൾ അവിടെ ഒരു പുതിയ EMF ഉണ്ടാകുന്നു. ആ EMF നമ്മൾ പ്രയോഗിച്ച EMFന് എതിരാണ്. നമ്മൾ പ്രയോഗിച്ച EMF ഇങ്ങോട്ടാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന EMF അങ്ങോട്ടാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന പ്രേരിത EMF ഇല്ലേ, അതിനൊരു പേര് പറയുന്നു ബാക്ക് EMF. നമ്മൾ അങ്ങോട്ട് പ്രയോഗിച്ചതിന്റെ ബാക്കിലോട്ട് ഒഴുകുന്ന EMF. ഓക്കെ, എന്നാണ് അതിന്റെ പേര് ബാക്ക് EMF. അപ്പൊ എന്താണ് ബാക്ക് EMF എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സോളിനോയിഡിൽ കൂടി AC കടന്നു പോകുമ്പോൾ അതിൽ ഒരു പുതുതായിട്ടൊരു EMF പ്രേരണം ചെയ്യപ്പെടുന്നു. ആ EMF നമ്മൾ പ്രയോഗിച്ച EMFന് എതിരാണ്. അതുകൊണ്ട് അതിന് പറഞ്ഞ പേരാണ് ബാക്ക് EMF. ഇനി ഞാൻ മാഷ് പറഞ്ഞു നോക്കിക്കോ, ഇതിനെ മാഷ് ഒന്ന് മാറ്റി പറഞ്ഞു നോക്കിക്കോ. ഒരു സോളിനോയിഡിൽ കൂടി AC കടന്നു പോകുമ്പോൾ അതേ സോളിനോയിഡിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസം അല്ലേ? അതേ സോളിനോയിഡിൽ ഉണ്ടാകുന്ന EMFന്റെ പേരെന്താ? ബാക്ക് EMF. അങ്ങനെയാണെങ്കിൽ മാഷ് ഇങ്ങനെ പറഞ്ഞുകൂടെ, ഒരു സോളിനോയിഡിൽ ബാക്കി നോക്കിക്കോ, AC കടന്നു പോകുമ്പോൾ EMF പ്രേരണം ചെയ്യപ്പെടുന്നു. AC കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന EMF ഏതാ? ബാക്ക് EMF. അങ്ങനെയാണെങ്കിൽ ഒരു സോളിനോയിഡിൽ ബാക്ക് EMF ഉണ്ടാകുന്ന ആ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ. ബാക്കിയുള്ളതിലുണ്ട്. ഒരു സോളിനോയിഡിൽ ബാക്ക് EMF ഉണ്ടാകുന്ന പ്രതിഭാസം എന്ന് പറഞ്ഞാൽ മതി.
മാഷ് എത്ര മതി? മതി. കാരണം അതിലെല്ലാം ഉണ്ട്. ബാക്ക് EMF ഉണ്ടാകുന്നു എന്ന് പറയണമെങ്കിൽ സോളിനോയിഡിൽ കൂടിയിട്ട് പ്രയോഗിച്ച EMFന് എതിരായിട്ടൊരു EMF ഉണ്ടായി എന്ന അർത്ഥം. അതിന് AC കടന്നു പോകണം. അതിനെ വലുതാക്കിയിട്ട് ഇതാണിത്. ഓക്കെ, ബാക്ക് EMF ഉണ്ടാകുന്ന പ്രതിഭാസം. ബുദ്ധിമാന്മാരായ എന്റെ പൊന്നു കുഞ്ഞോക്കത് മനസ്സിലായി അല്ലേ? ഇനി മാഷ് ഒരു സംഗതി കൂടി പറയട്ടെ, ചെറിയൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്ത് നമ്മൾ ഈ ഭാഗം സ്റ്റോപ്പ് ആക്കും. ഇനി എന്താക്കുന്ന അറിയാം, മാഷ് ഒരു പച്ചിരുമ്പ് കോറ് എടുക്കുന്നു. പച്ചിരുമ്പ് കോറ് എന്ന് പറഞ്ഞാൽ എന്താ? പച്ചിരുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബണിന്റെ അളവ് കുറവായ ഇരുമ്പ്. അതിനെ എടുത്തിട്ട് ഞാൻ ഈ സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി വെക്കുന്നു. സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് എന്ത് വെച്ചാലും അതിന്റെ പേരാണ് കോറ്. പച്ചിരുമ്പ് വെച്ചാൽ പച്ചിരുമ്പ് കോറ്. അങ്ങനെ പച്ചിരുമ്പ് കോറ് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാണാൻ സാധിക്കും? ഇതാ പ്രകാശ തീവ്രത ഒന്നുകൂടി കുറയുന്നു. നേരത്തെ പ്രകാശ തീവ്രത കുറയാനുണ്ടായ കാരണം എന്താ? ബാക്ക് EMF ഉണ്ടായത്. അപ്പൊ ഇപ്പൊ വീണ്ടും പറയാനുണ്ടായിരിക്കും കാരണം ബാക്ക് EMF കൂടിയിട്ടുണ്ടാകും. അതെങ്ങനെ? പച്ചിരുമ്പ് കോറ് വെക്കുമ്പോ ബാക്ക് EMF കൂടും. ചിന്തിക്കുക. നോക്കേ, വളരെ പണ്ട് നമ്മൾ പഠിച്ചത്, ഒരു ആണി ഒരു കാന്തത്തിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ആണി അവിടെ പറ്റി പിടിക്കും. ആദ്യത്തെ ആണിയുടെ അടുത്തേക്ക് രണ്ടാമതൊരു ആണി കൊണ്ടുവന്നാലോ രണ്ടാമത്തെ ആണി ഒന്നാമത്തെ ആണിയിൽ പറ്റി പിടിക്കും. എന്തേ? ഈ കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്നാമത്തെ ആണി കാന്തമായി. ആ കാന്തത്തിലാണ് രണ്ടാമത്തെ ആണി പറ്റി പിടിച്ചത്. അതായത് ഒരു കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു കാന്തിക വസ്തു കാന്തമായിട്ട് മാറും. അപ്പോ സോളിനോയിഡിൽ കൂടി കറങ്ങി പോകുമ്പോൾ സോളിനോയിഡ് കാന്തമല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് ഒരു പച്ചിരുമ്പ് കോറ് വെച്ചാൽ പച്ചിരുമ്പ് കോറും കാന്തമായി. അപ്പൊ എന്തായി നോക്ക്, സോളിനോയിഡിലെ കൂടി കറങ്ങി പോകുമ്പോൾ സോളിനോയിഡിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാവും, അതായത് ഫ്ലക്സ് ഉണ്ടാവും. ഇനി അതിന്റെ ഉള്ളിൽ ഒരു പച്ചിരുമ്പ് കോറ് വെച്ചാലോ ആ പച്ചിരുമ്പ് കോറും കാന്തമാകുന്നത് കൊണ്ട് അതിന് ചുറ്റും ഫ്ലക്സ് ഉണ്ടാകും. അതായത് ഫ്ലക്സിന്റെ എണ്ണം കൂടും, ഫ്ലക്സ് സാന്ദ്രത കൂടുന്നു. നേരത്തെ ഒരു 10 ഫ്ലക്സ് ഉണ്ടെങ്കിൽ അതിപ്പോ 50 ഫ്ലക്സ് ആയി. ഫ്ലക്സിന് വ്യതിയാനം സംഭവിച്ചിട്ടല്ലേ EMF ഉണ്ടാകുന്നത്. അപ്പൊ നേരത്തെ പച്ചിരുമ്പ് കോറ് വെക്കാത്ത സമയത്ത് 10 ഫ്ലക്സിനാണ് വ്യതിയാനമെങ്കിൽ പച്ചിരുമ്പ് കോറ് വെച്ചാൽ 50 ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് വ്യതിയാന നിരക്ക് കൂടി, അപ്പൊ ഉണ്ടാകുന്ന EMF കൂടും. അതേത് EMF? ബാക്കിലോട്ടുള്ള EMF. ബാക്കിലോട്ടുള്ള EMF കൂടിയാൽ പ്രേരിത EMF കുറയും. അതായത് നമ്മ കൊടുത്ത വോൾട്ടേജ് 6 വോൾട്ടാണ് വിചാരിക്കാം. സോളിനോയിഡ് വെക്കാത്ത സമയത്ത് ഉണ്ടാകുന്ന പ്രേരിത EMF ബാക്ക് EMF 2 വോൾട്ട്. സോളിനോയിഡ് അല്ല പച്ചിരുമ്പ് കോറ് വെക്കാത്ത സമയത്ത് ഉണ്ടാകുന്ന പ്രേരിത EMF ബാക്ക് EMF 2 വോൾട്ട്. പച്ചിരുമ്പ് കോറ് വെച്ചാലോ അത് കൂടും, അപ്പൊ 4 വോൾട്ടായി വിചാരിക്കാം. അപ്പൊ പച്ചിരുമ്പ് കോറ് വെക്കാത്ത സമയത്ത് സഫല വോൾട്ടേജ് എത്ര? 6 വോൾട്ട് മൈനസ് 2 വോൾട്ട്, 4 വോൾട്ട്. അതേസമയം പച്ചിരുമ്പ് കോറ് വെച്ചാലോ 6 വോൾട്ട് മൈനസ് 4 വോൾട്ട്, 2 വോൾട്ട് ആയിട്ട് കുറയും. 2 വോൾട്ട് 4 വോൾട്ട് 2 വോൾട്ട് ആയിട്ട് കുറഞ്ഞുണ്ടാവും. കറണ്ട് നല്ലോണം കുറയും. അങ്ങനെയാണ് അതിന്റെ പ്രകാശ തീവ്രത കുറഞ്ഞത്. അപ്പൊ മനസ്സിലായ? അപ്പൊ പച്ചിരുമ്പ് കോറ് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ തീവ്രത നല്ലോണം കുറയും. ഇനി ഉണ്ടല്ലോ പലപ്പോഴായിട്ട് നമ്മുടെ പരീക്ഷകളിൽ ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മാഷ് 4 സർക്യൂട്ടുകൾ കാണിക്കുകയാണ്. 4 സർക്യൂട്ടുകൾ വരക്കാണ്. ഒന്ന് ഏകദേശം ഒരേപോലുള്ള 4 സർക്യൂട്ടുകൾ. 1 2 വ്യത്യാസം നോക്കിക്കോ, 3 4. എന്നിട്ട് ഒന്നാമത്തെ എല്ലാത്തിലും ഓരോ സ്വിച്ച് വെക്കുന്നു. സ്വിച്ച്. ഒന്നാമത്തേൽ ഞാനൊരു 6 വോൾട്ട് സെല്ല് വെക്കുന്നു. രണ്ടാമത്തേലും 6 വോൾട്ട് സെല്ല് വെക്കുന്നു. ഓക്കെ, 6 വോൾട്ട് DC, 6 വോൾട്ട് DC. മൂന്നാമത്തേൽ 6 വോൾട്ട് AC ആണ് വെക്കുന്നത്. നാലാമത്തേൽ 6 വോൾട്ട് AC. ഓക്കെ, എല്ലാത്തിലും 3 വാട്ടുള്ള ബൾബ് വെക്കുന്നു. 3 വാട്ട് ബൾബ്. ഓക്കെ,
3 watt ബൾബ് 3 watt ബൾബ്. ഓക്കെ, ഇത് സർക്യൂട്ട് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഇനി ഒന്നാമത്തെ സർക്യൂട്ടിൽ വേറൊന്നുമില്ല. രണ്ടാമത്തെ സർക്യൂട്ടിൽ ഞാൻ ഒരു സോളിനോയിഡ് വെക്കുന്നു. രണ്ടാമത്തെ സർക്യൂട്ടിലും മൂന്നാമത്തെ സർക്യൂട്ടിലും ഞാൻ അതേപോലുള്ള സോളിനോയിഡ് വെക്കുന്നു. നാലാമത്തെ സർക്യൂട്ടിലും അതേപോലുള്ള സോളിനോയിഡ് വെക്കുന്നു. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ഇതാണ്. സർക്യൂട്ട് താഴെ കണ്ടല്ലോ. ഒന്നുകൂടി, നാലാമത്തെ സർക്യൂട്ടിൽ ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒരു പച്ചിരുമ്പ് കോറ് വെക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ, എന്ന സർക്യൂട്ടിലെ ബൾബ് സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് നിരീക്ഷിക്കും? ഒന്നുമില്ല, സർക്യൂട്ട് പൂർത്തിയായത് കൊണ്ട് ബൾബ് പ്രകാശിക്കും, വേറൊന്നുമില്ല. ഉത്തരം അല്ലേ? ഒന്നാമത്തെ സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ് പ്രകാശിക്കും. ഇനി രണ്ടാമത്തെ സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കും? ഒന്നുമില്ല. എന്ന സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ എത്രയായിരുന്നോ പ്രകാശ തീവ്രത, അതേപോലുള്ള പ്രകാശ തീവ്രത രണ്ടിലും കിട്ടും. എന്താണ് കാരണം? ഒന്നിലുള്ളത് ഡി സി ആണ്, രണ്ടിലുള്ളതും ഡി സി ആണ്. ഇവിടെ സോളിനോയിഡ് ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, എന്താണ്, സോളിനോയിഡിലെ കൂടി ഡി സി പോകുന്ന സമയത്ത് ഒന്നും സംഭവിക്കില്ല, അവിടെ ഒരു പ്രയാസവും ഇല്ല, വോൾട്ടേജ് ഒന്നും കുറയത്തില്ല. ഓക്കെ, അതേസമയം മൂന്നാമത്തെ സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ് പ്രകാശിക്കും, പക്ഷെ അതിന്റെ പ്രകാശ തീവ്രത എനേക്കാളും ബിനേക്കാളും കുറവായിരിക്കും. ഇനി പറഞ്ഞവിടെ കാരണം എന്താണ്? സി എന്ന സർക്യൂട്ടിൽ സോളിനോയിഡിൽ കൂടി എ സി ആണ് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ സെൽഫ് ഇൻജക്ഷൻ ഉണ്ടാകുന്നു, അതായത് ബാക്ക് EMF ഉണ്ടാകുന്നു. അതുകൊണ്ട് സൽഫല വോൾട്ടത കുറയുന്നത് കൊണ്ട് കറന്റ് കുറഞ്ഞു. സഫല വോൾട്ടത കുറയുന്നത് കൊണ്ട് കറന്റ് കുറഞ്ഞു, അതുകൊണ്ട് പ്രകാശ തീവ്രത കുറഞ്ഞു. ഇനി അതേസമയം മൂന്നാമത്തെ സർക്യൂട്ടിലോ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എനേക്കാളും ബിനേക്കാളും സിനേക്കാളും കുറവായിരിക്കും പ്രകാശ തീവ്രത. എന്തുകൊണ്ട്? പച്ചിരുമ്പ് കോർ വെക്കുന്നത് കൊണ്ട് എന്താണ്, സഫല വോൾട്ടത, ബാക്ക് EMF നല്ലോണം കൂടും, സഫല വോൾട്ടത നല്ലോണം കുറയും, അതുകൊണ്ട് കറന്റ് നല്ലോണം കുറയുന്നു. സോ പ്രകാശ തീവ്രത കുറഞ്ഞു. അപ്പൊ ഈ 4 സർക്യൂട്ടുകളിൽ പ്രകാശ തീവ്രത ഏറ്റവും കുറവാക്കാന്ന് വെച്ചാൽ എന്ത് പറയും? ഡിയിലാണ്. ഓക്കെ, ശ്രദ്ധിക്കാതെ ചിലപ്പോൾ നിങ്ങൾ സി എടുത്തേക്കും, അവിടെയാണല്ലോ ബാക്ക് EMF ഉള്ളത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ബാക്ക് EMF ഡിയിലുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് പ്രകാശ തീവ്രത ഡിയിലാണ്. ഏറ്റവും കൂടുതൽ പ്രകാശ തീവ്രതയോ അത് എയിലും ബിയിലുമാണ്, രണ്ടിലും ഒരേപോലെയാണ്. ഇവിടെ സോളിനോയിഡ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇതേപോലെ തന്നെയാണ്. സോളിനോയിഡിലെ കൂടിയിട്ട് എന്താ പറയുക, നിവർന്ന കമ്പിയിലെ കൂടിയിട്ട് ഋജുവായ ചാലകത്തിലെ കൂടി ഡി സി എങ്ങനെ പോകുന്നു, അതേപോലെ തന്നെയാണ് ചുറ്റിയ കമ്പിയിലെ കൂടി ഡി സി പോകുന്നത്. ഡി സിക്ക് അതൊരു കുഴപ്പമേ അല്ല. ഓക്കെ അല്ലേ? അപ്പൊ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.